ഓക്കെ, ഇതിനകത്ത് ജസ്റ്റ് ഇലക്ട്രിക് ക്വാഡ്രപ്പിൾ മൊമെൻ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ അസ്യൂം ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം തന്നെ ഒരു മിനി പാർട്ടിക്കിൾ തിയറി എടുക്കുകയാണ്. അതായത് നമ്മൾ എടുക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ന്യൂക്ലിയോൺസ് ആണ് വിചാരിക്കുക. അപ്പം നമ്മൾ അതിനകത്ത് ith ന്യൂക്ലിയോണിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൂടി എടുത്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ സമ്മേഷൻ എടുത്തിട്ടാണ് നമ്മൾ ഇലക്ട്രിക് ക്വാഡ്രപ്പിൾ മൊമെൻ്റ് ഓഫ് ദി എൻ്റയർ ന്യൂക്ലിയസിൽ കുറേ ന്യൂക്ലിയോൺസ് ഉണ്ടാവും. നമ്മൾ നമ്പർ ഓഫ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ തിയറി ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യമേ നമുക്ക് അതിന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ ഹാർമോണിക്സിൻ്റെ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഇക്വേഷൻ അറിയുവാണെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക, പി എൽ എം കോസ് തീറ്റൻ്റെ കുറച്ചുകൂടെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ m/2 d റേസ് ടു m ബൈ d കോസ് തീറ്റ റേസ് ടു m പി എൽ കോസ് തീറ്റ റേസ് ടു im5. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എളുപ്പമാണ്. ഈ ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി, പിന്നെ ബാക്കിയെല്ലാം നമുക്ക് എളുപ്പമാണ്. അപ്പോൾ എന്താ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിരുന്നത്, അതായത് നമ്മൾ ഓൾറെഡി ഇലക്ട്രോഡൈനാമിക്സ് ചെയ്തിരുന്ന മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ന്യൂക്ലിയസിന് ഓൾറെഡി ഒരു സ്ഫെറിക്കൽ സിമെട്രി ഉണ്ടെന്നുള്ളൊരു കൺസിഡറേഷൻ എടുക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾക്കതിനൊരു ഏതൊരു ഷേപ്പിൽ അതിനെ അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമല്ല. നമ്മൾ ജസ്റ്റ് ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നുണ്ട്. ആ ഡിസ്ട്രിബ്യൂഷൻ നിൽക്കുന്ന ലൊക്കേഷൻ ഇതാണ്. ഓക്കെ, ആ ഡിസ്ട്രിബ്യൂഷൻ നിൽക്കുന്ന ലൊക്കേഷൻ ഇതാണ്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന പോയിൻ്റാണ് ഈ P of R ചെയ്തിരിക്കുന്നത്. ഇത് അതിനകത്ത് അതിൻ്റെ ഒറിജിൻ, നമ്മൾ റീജിയൻ എടുത്തിരിക്കുന്ന ഒറിജിൻ. ഇതൊക്കെ ജസ്റ്റ് അതിൻ്റെ പാരാമീറ്റേഴ്സ് ആണ്. ജസ്റ്റ് അത് നോക്കി വെച്ചേക്കാം. ഡെറിവേഷൻ പർപ്പസ് മാത്രം മതി, നമുക്ക് ജസ്റ്റ് ഐഡിയ മാത്രം നോക്കി പോകാൻ പറ്റും. ഫുൾ ഡെറിവേഷൻ ചെയ്യാനുള്ള സമയമില്ലല്ലോ. അപ്പം നമ്മൾ ഇലക്ട്രോഡൈനാമിക്സ് ചെയ്ത ഡെറിവേഷനാണ് മറ്റേ മൾട്ടിപോൾ എക്സ്പാൻഷൻ ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും, മൾട്ടിപോൾ എക്സ്പാൻഷൻ എന്ന്. ഈ കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലിന് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കും. ഇതിനകത്തുനിന്ന് എല്ലിന് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കും. നമുക്ക് മോണോപോൾ ടേം കിട്ടും, ഡൈപോൾ ടേം കിട്ടും, ക്വാഡ്രപ്പോൾ ടേം കിട്ടും. അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ മെയിൻ ഫോക്കസ് ഇവിടെ ക്വാഡ്രപ്പോൾ മൊമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് ഈ സ്ഫെറിക്കൽ ഹാർമോണിക്സിൻ്റെ ചെറിയ ഓൾജിബ്ര അറിഞ്ഞിരിക്കണം. അതായത് ഈ കേസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം YLM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ YLM സ്റ്റാർ കൊടുക്കുമ്പോൾ ഒരു വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ പ്രൈം ആവും, ഫൈ എന്ന് പറഞ്ഞാൽ ഫൈ പ്രൈം ആവും. അതേ വ്യത്യാസം വരുന്നുള്ളൂ. ഇതിൻ്റെ രണ്ടിനും ഞാൻ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സമ്മേഷൻ ഓവർ മൈനസ് എമ്മിൻ്റെ വാല്യൂ റേഞ്ച് എവിടെ നിന്ന് എവിടെ വരെ ആയിരിക്കും, -L to +L ആയിരിക്കും. ജസ്റ്റ് അതിൻ്റെ അതിൻ്റെ എക്സ്പാൻഷനാണ് ഈ P കാണിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ എന്തായിരിക്കും അവിടെ വരുന്നത്? ഇത് രണ്ടും റൂട്ടാണ്. അപ്പോൾ 2L + 1 വരും, ഡിവൈഡഡ് ബൈ 4π. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ബാക്കിയ L - M ഫാക്ടോറിയൽ, L + M ഫാക്ടോറിയൽ, അത് ജസ്റ്റ് മാത്തമാറ്റിക്കൽ പാർട്ടാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇനി ഓക്കെ, ഈ സംഭവം വരെ ഓക്കെ. ഇനി നമ്മൾ ഇവിടെ PLM കോസ് തീറ്റ, അല്ലെങ്കിൽ നമുക്ക് അതിനെ വേറെ രീതിയിൽ എഴുതാം, PLM ഇവിടെ എക്സ് എന്നും പറഞ്ഞു തരും. എക്സ് റെപ്രസെൻ്റ് ആണ് കോസ് തീറ്റയാണെങ്കിൽ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്ത് എഴുതി വെച്ചു അതിനെ. അങ്ങനെ എഴുതി വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷൻ ഇങ്ങനെയാണല്ലോ. ഇത് ഇഫ് എക്സ് ഈക്വൽ ടു, അതായത് തീറ്റ ഈക്വൽ ടു 0 ആകുന്ന കേസ്, തീറ്റ 0 ആകുമ്പോഴാണ് കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വരുന്നത്. അപ്പോഴാണ് x 1 വരുന്നത്. അപ്പോൾ x 1 ആകുന്ന കേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ടേം വാനിഷ് ആയി പോകും, ഇല്ല, ഇത് ഈക്വൽ ടു 0 ആയി പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, എമ്മിൻ്റെ വാല്യൂ 0 ആണെന്നും പറഞ്ഞ് നമ്മൾ നേരത്തെ ഇനീഷ്യലി അസ്യൂം ചെയ്ത് വെക്കുകയാണ്. അപ്പം അങ്ങനെ നമുക്ക് കിട്ടി ഈ ഒരു ടേം എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ചെയ്യണമെന്നുണ്ടെങ്കിൽ എമ്മിൻ്റെ വാല്യൂ 0 ആകണമെന്ന് മനസ്സിലായി. അപ്പോൾ ആ എമ്മിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ എല്ലാ കേസിലും ഇനി ചെയ്യാൻ പോകുന്നത് മൊത്തം എമ്മിൻ്റെ വാല്യൂ ഫോർ സിംപ്ലിസിറ്റി 0 ആക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. എമ്മിൻ്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി L ഫാക്ടോറിയൽ ബൈ L ഫാക്ടോറിയൽ വരുന്നത് ക്യാൻസൽ ആയി പോകും. ബാക്കി 4π ഉണ്ടാവും. പിന്നെ എന്തുവാ, PL0 കോസ് തീറ്റ അതിട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ഇവിടെ എനിക്ക് അതിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. ഓക്കെ, ഇനിയിപ്പം ഈ എക്സ്പ്രഷനാണ്, ഇതാണ് എൻ്റെ ഫൈനൽ സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ. ഇതിൽ നിന്ന് എനിക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ലെജൻഡറി പോളിനോമിയൽ, അതായത് നമ്മുടെ മൾട്ടിപ്പിൾ എക്സ്പാൻഷനുള്ള ടേം എന്ന് പറഞ്ഞാൽ PL കോസ് തീറ്റ ലെജൻഡറി പോളിനോമിയലാണ് ഉള്ളത്. അപ്പം നമ്മൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെജൻഡറി പോളിനോമിയലിൻ്റെ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ്
സ്ഫെറിക്കൽ ഹാർമോണിക്സ് നമ്മൾ ബാക്ക് ടു നമ്മൾക്ക് ഓൾറെഡി ഇലക്ട്രോഡൈനാമിക്സിൽ പഠിച്ചിരുന്ന സാധനത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്തു കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കുള്ളൂ ആ മൾട്ടിപ്പോൾ എക്സ്പാൻഷന് കിട്ടാൻ പോകുന്നത്. അതായത് PL cos θ എന്നുള്ള പ്ലേസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, അത്ര വ്യത്യാസമുള്ളൂ. എന്നിട്ട് നമ്മൾ ചെറിയ റീഅറേഞ്ച്മെന്റ് ചെയ്യും. അതിനകത്ത് നമ്മളൊരു ചെറിയ ടേം എടുക്കുന്നുണ്ട്, അതാണ് QLM എന്ന് പറഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് മൾട്ടിപ്പോൾ മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ എനിക്ക് ഇലക്ട്രിക് മൾട്ടിപ്പോൾ മൊമെന്റ് എന്ന് പറഞ്ഞിട്ട് QLM എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്ന QLM എന്ന് പറഞ്ഞിരിക്കുന്ന ടേം ആക്ച്വലി ഇൻ്റഗ്രൽ നമ്മൾ ഈ ക്യൂവിനെ നമ്മൾ ഇൻ്റഗ്രലാക്കുന്നുണ്ട്, അതൊരു പാർട്ട് ഇവിടെ ചെയ്യുന്നുണ്ട് അഡീഷണലി. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ കിട്ടുന്നത് QLMൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത്. ഈ QLM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെൻസറാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സാധനമാണ്. ഓക്കെ, അത് മനസ്സിലായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ QLMൻ്റെ വാല്യൂ തിരിച്ച് ബാക്ക് ടു ഇതിന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, റീഅറേഞ്ച് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ഇത് നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു എക്സ്പ്രഷനാണ്. ഓക്കെ, ഇത് അവിടെ എടുത്ത് വെക്കുക, നമുക്ക് ആവശ്യം വരും. എനിവേ ഈ QLM സബ്സ്റ്റിറ്റ്യൂഷൻ വരെയും ഓക്കെ ആയി. അതൊരു ടെൻസർ പ്രൊഡക്റ്റ് ആണ്, അതിനുണ്ടാവുന്ന കമ്പോണൻസ് പറഞ്ഞാൽ 12+1 കമ്പോണൻസ് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഇപ്പോൾ ഓൾറെഡി നമുക്ക് എന്താ ഇലക്ട്രിക് മൾട്ടിപ്പോൾ മൊമെന്റിന്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയതാണ് QLM എന്ന് പറഞ്ഞിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്. ജസ്റ്റ് അതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ആണ്, എങ്ങനെയാണ് നമുക്ക് ഒരു മൾട്ടിപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഒരു മോണോപ്പോൾ ഉണ്ടെങ്കിൽ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അതിന്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് ആണ് നമ്മൾ അതിന്റെ ഹയർ ഓർഡർ പോൾസിന് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ജസ്റ്റ് കാണിച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ആ പാർട്ടിലുള്ളത്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ആ ഫൈൻ്റെ തന്നെ സാധനമാണ്. ഫൈൻ്റെ നമുക്ക് അവിടെ കിട്ടിയിരുന്ന ഈ എക്സ്പ്രഷൻ തന്നെ സെയിം ഞാനിവിടെ എഴുതി വെച്ചിരിക്കുവാണ്. ഇവിടെ പക്ഷേ m=0 കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതേ വ്യത്യാസം വരുന്നുള്ളൂ. എന്നിട്ട് എന്താ YLM എന്നുള്ള സ്ഥലത്ത് ഞാൻ PL cos θ റൂട്ട് ഓഫ് അത് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പം. YLMൻ്റെ പ്ലേസിൽ PL cos θ 2l+1 എന്ന് പറഞ്ഞ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ പിന്നെ നമുക്കിവിടെ ചെറിയൊരു റീഅറേഞ്ച്മെന്റ്സ് വന്നു. അങ്ങനെ നമുക്ക് എനിവേ സംഭവം ഇത്രയുള്ളൂ. ജസ്റ്റ് ആ റീഅറേഞ്ച്മെന്റ് ആകെ നമ്മൾ ചെയ്തിരിക്കുന്നത് അതിനകത്തുള്ള ഇലക്ട്രിക് മൾട്ടിപ്പോൾ മൊമെന്റ് ഏതാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചത്. അതാണ് നമുക്ക് ആവശ്യമുള്ള സാധനം, നമ്മളത് എടുത്ത് വെക്കണം. ബാക്കി നമ്മൾ ഓൾറെഡി ഇലക്ട്രോഡൈനാമിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഒരു സിംപ്ലിഫൈഡ് വേർഷനാണ്. നമ്മൾ വലിയ ടേംസിനെ, അതായത് ഈ ഒരു ടേമിന് Z എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്ത് ഈ ഒരു ടേം ടൈംസ് ഓഫ് ഇനെ നമ്മൾ D0 എന്ന്, ഈ ഒരു ടേംസ് ടൈംസിന് നമ്മൾ Q0 എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്ത് കൊടുത്തു. അതത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ സ്റ്റോറിയൊന്നും അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം കൂടെ, ഇവിടെ നമ്മൾ ചില സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ചില സ്ഥലങ്ങളിൽ നമ്മൾ പ്രൈംഡ് കോർഡിനേറ്റ് എടുക്കുന്നുണ്ട്. പ്രൈംഡ് കോർഡിനേറ്റ് എടുക്കുന്നത്, അതായത് ഈ പ്രൈംഡ് കോർഡിനേറ്റ് എടുക്കുന്നത് മിക്കതും മറ്റേ ബോഡി ആക്സിസും സ്പേസ് ഫിക്സ്ഡ് ആക്സിസ്. അത് ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല, അത് പോട്ടെ, അത് വേണ്ട. അപ്പം അത് ഓക്കെ ആണ്. അപ്പം അതിന് നമുക്ക് ഓൾറെഡി അവിടെ ഒരു ഇലക്ട്രിക് മൾട്ടിപ്പോൾ മൊമെന്റ് എക്സ്പ്രഷൻ ഇവിടെ നിന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. എവിടെ ഇലക്ട്രിക് മൾട്ടിപ്പോൾ മൊമെന്റിന്റെ എക്സ്പ്രഷൻ ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ എടുത്ത് വെക്കണം. ഓക്കെ, ഇനി അത് അവിടെ കഴിഞ്ഞു. ഇത് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ പ്രോബബിലിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് അറിയണം ഇതിന്റെ. ഓക്കെ, ആ പ്രോബബിലിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അറിയാൻ നമുക്ക് വേറൊരു മെത്തേഡ്, അതായത് ക്വാണ്ടം മെക്കാനിക്കലിയും കൂടെ നമുക്ക് ഇതിനെ സെയിം ട്രീറ്റ് ചെയ്യാൻ പറ്റും. ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, വേവ് ഫംഗ്ഷൻ ഉണ്ട് വിചാരിക്കുക ന്യൂക്ലിയോണിന്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ വേവ് ഫംഗ്ഷൻ സ്ക്വയർ ടൈംസ് അതിന്റെ വോളിയം എലമെന്റ്സ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെനി പാർട്ടിക്കിൾസ് ഉള്ളതിന്റെ പേരിൽ മാത്രമാണ്, മെനി പാർട്ടിക്കിൾ ഉള്ള കേസിൽ മാത്രമാണ് നമ്മൾ ഇത്രയും കമ്പോണൻസ് ഓഫ് R എടുത്തിരിക്കുന്നത്, ഓരോ പാർട്ടിക്കിളിനെ വെച്ചിട്ട് അതിൻ്റെ ക്യൂബ് എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ ഓരോ കോർഡിനേറ്റ്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. ആ ഓരോ കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് നമുക്ക് ഈ ഓരോ വോളിയം എലമെൻറ്റ്സ് വന്നിരിക്കുന്നത്. എനിവേ, അപ്പോൾ ഈ ടോട്ടൽ വോളിയം എലമെൻറ്റ് ഞാൻ D2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഓക്കെ, D2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് ഞാൻ. പർട്ടിക്കുലർലി ഒരു ith പാർട്ടിക്കിളിൻ്റെ കേസ് മാത്രം എടുക്കുകയാണെങ്കിൽ എനിക്ക് അതിന് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പ്രോബബിലിറ്റിയാണ്.
ഓക്കെ, ഇനി പ്രോബബിലിറ്റി എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി ഈ പ്രോബബിലിറ്റിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഓൾറെഡി കിട്ടി. ഇനി ഇതിൻ്റെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നത്, അതാണ് നമ്മൾ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് റോ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് ടൈംസ് അതിൻ്റെ പ്രോബബിലിറ്റി ആയിരിക്കുള്ളൂ അതിൻ്റെ ഡെൻസിറ്റി വരാൻ പോകുന്നത്. അതാണ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഈ കേസിൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ടൈംസ് ഓഫ് ഈ പ്രോബബിലിറ്റീൻ്റെ സാധനം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇത് നമുക്ക് നേരത്തെ ഓൾറെഡി കിട്ടിയിരുന്ന എക്സ്പ്രഷനാണ് QLMൻ്റെ ആ ടെൻസറിൻ്റെ എക്സ്പ്രഷൻ. അതിലേക്ക് ഞാൻ എന്ത് ചെയ്ത്, റോ ഉണ്ട്, അതിനകത്തൊരു റോ ടേം ഉണ്ട്. ആ റോയിൻ്റെ പ്ലേസിലാണ് ഞാൻ കിട്ടിയിരിക്കുന്ന റോയിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് അതിൻ്റെ ഒരു എക്സ്പ്രഷൻ കിട്ടിയിരിക്കുന്നത്. അതത്രയേ ഉള്ളൂ. ഇനി പാരിറ്റി ഓപ്പറേറ്റർ എങ്ങനെയാണ് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളത്. അതായത് പാരിറ്റി ഓപ്പറേറ്റർ ആക്ട് ചെയ്തിട്ട് നമ്മൾക്ക് എന്താ എല്ലിൻ്റെ ഏതൊക്കെ വാല്യൂസിലാണ് എന്താ മൾട്ടിപ്പിൾ മൊമെൻറ്റ്സ് ന്യൂക്ലിയോൺസ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് അറിയാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിത് ഓൾറെഡി അറിയാവുന്നതാണ് പാരിറ്റി ഓപ്പറേറ്റർ. അതായത് പാരിറ്റി ഓപ്പറേറ്റർ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്തെങ്കിലും പ്ലസ് ഓർ മൈനസ് ആകണം. ഇത് പ്ലസ് ഓർ മൈനസ് ആകണം. ഓക്കെ, അതാണ് പാരിറ്റി ഓപ്പറേറ്ററിൻ്റെ ഒരു റൂള്. ഇനി നമുക്ക് സ്ഫെറിക്കൽ ഹാർമോണിക്സിൻ്റെ കേസാണെങ്കിൽ പാരിറ്റി ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്പേഷ്യൽ കമ്പോണൻറ്റിൻ്റെ പാരിറ്റി എടുക്കേണ്ടി വരും. അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് റിവേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ കോൺജുഗേറ്റ് പോലെ റിവേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ റിവേഴ്സ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ. പിന്നെ ബൈ ഡെഫിനിഷൻ ഓഫ് ഇതിൻ്റെ വെച്ചിട്ട് നമുക്കറിയാം ഇങ്ങനെയും ചെയ്യാം. ഇനി ഇതല്ല വേറെ ബേസിൽ, അതായത് നമുക്ക് ഇപ്പോൾ ഒരു 6 ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ 6ൻ്റെ നേരെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പാരിറ്റി ഓപ്പറേറ്റർ ആക്ട് ചെയ്തിട്ടുള്ള റിസൾട്ടാണ്. ഓക്കെ, അതങ്ങനെ പറയാം. ഓക്കെ, ഫൈൻ. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 6ൻ്റെ മാറ്റുന്നതിന് പകരം നമുക്ക് എന്ത് ബേസിലും കൂടെ പറയാൻ പറ്റും. 6ൻ്റെ നമ്മൾ ഡിറക്ഷൻ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആക്കുന്നതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ആംഗിളിൻ്റെ ബേസിൽ പറയാൻ പറ്റും. അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ജസ്റ്റ് അത് അറിഞ്ഞിരിക്കാനുള്ളതാണ്. എനിവേ, അപ്പോൾ QLMൻ്റെ എക്സ്പ്രഷൻ നമുക്കിത് ഓൾറെഡി കിട്ടിയിരുന്ന എക്സ്പ്രഷനാണ്. നമ്മൾ ആ എക്സ്പ്രഷനിലേക്ക് എന്ത് ചെയ്യും, റോയിന് നമുക്ക് നേരത്തെ കിട്ടിയിരുന്ന സാധനം QLM നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷനാണ്. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ QLMൽ പാരിറ്റി ഓപ്പറേറ്റർ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരാൻ പോണത്, -1/L എന്ന് വരും. അതാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. -1/L നിന്ന് ബാക്കി വരാൻ പോകുന്ന സംഭവം സെയിം തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ അത് പാരിറ്റി ഓപ്പറേറ്ററിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നതാണ്. ഇവിടെ പാരിറ്റി ഓപ്പറേറ്റർ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാധനത്തിൽ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാരിറ്റി അതിനെന്ത് പറ്റും, -1/, ആ സ്ഫെറിക്കൽ ഹാർമോണിക്സിൻ്റെ -1/L ആകും. അപ്പോൾ നമ്മുടെ QLMൻ്റെ കേസിലും അതുപോലെ തന്നെ -1/L ഇൻറ്റഗ്രൽ റോ r⁻L YLM R1 dQ⁻. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഇനി എന്താണ് ഇതെന്ന് പറഞ്ഞാൽ സെയിം നമ്മുടെ QLM തന്നെ ആയിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ആ QLM എഴുതി കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇനി ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഏതൊക്കെ പോസിബിൾ വാല്യൂസ് ഓഫ് എല്ലിന് എങ്ങനെയായിരിക്കും അതിൻ്റെ പാരിറ്റി വരാൻ പോണത്, അതിൻ്റെ എന്താ ഏതൊക്കെ വാല്യൂസ് ഓഫ് എല്ലിനാണ് അതിൻ്റെ ക്വാഡ്രാപ്പിൾ മൊമെൻ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടി റീഅറേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് L ഈവൻ ആവുന്ന കേസാണെങ്കിൽ ഇതാണ് കണ്ടീഷൻ. ഈ കണ്ടീഷനിൽ എന്ന് പറഞ്ഞാൽ 1 - 1 = 0 എന്നും പറഞ്ഞ് നമുക്ക് കിട്ടി. L = ഈവൻ കണ്ടീഷനിൽ. അപ്പോൾ ഫോർ QLMന് ഇവിടെ 0 ആവാതെ ഇരിക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഈ ഒരു ടേം 0 ആവുന്നുണ്ട്. സോ QLM 0 ആവണമെന്ന് നെസസറി അല്ല. അപ്പോൾ എന്താണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ക്വാഡ്രാപ്പോൾ ഇവിടെ എന്തായാലും ക്വാഡ്രാപ്പോൾ അല്ല, മൾട്ടിപ്പോൾ മൊമെൻ്റ് എന്തായാലും ഇവിടെ ഉണ്ടാകും. ഞാൻ മനസ്സിലായി. ഫോർ എനി വാല്യൂ ഓഫ് L, ഫോർ എനി ഈവൻ വാല്യൂസ് ഓഫ് L, അവിടെ എന്തായാലും ഒരു എന്തുണ്ടാവും, ഒരു മൾട്ടിപ്പോൾ മൊമെൻ്റ് ഉണ്ടാവും. ആ ന്യൂക്ലിയോൺസ് ഒരു മൾട്ടിപ്പോൾ എന്തായാലും അതിൽ ഉണ്ടാകും. ഇനി L = ഓഡ് കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെയിം സ്ഥലത്ത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2QLM = 0 എന്ന് വരും. അപ്പോൾ അതിനകത്ത് എന്തായാലും QLM 0 ആകണം, അല്ലാണ്ട് വേറൊരു വഴി നമുക്കിവിടെ വരുന്നില്ല. അപ്പോൾ എന്താ, QLM 0 ആവണമെന്നുണ്ടെങ്കിൽ ഈ കേസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയസിന് എന്തായിരിക്കും, ന്യൂക്ലിയസിൽ ഒരു മൾട്ടിപ്പോൾ, അതായത് നമ്മൾ ന്യൂക്ലിയസിൽ ന്യൂക്ലിയോൺസ് ഉണ്ട്. ന്യൂക്ലിയോൺസ് ആണ് നമ്മൾ ആ മൾട്ടി പാർട്ടിക്കിൾ ഐഡിയ വെച്ചിട്ട് ചെയ്തത്.
അവിടെ നിന്ന് നമ്മൾ QLM കണ്ടുപിടിച്ചു. QLM ആണ് നമ്മുടെ മൾട്ടിപ്പിൾ മൊമെൻറ്റിൻ്റെ എക്സ്പ്രഷൻ. ആ QLMൽ എന്തൊക്കെ വാല്യൂസ് ഓഫ് L ഈവൻ ആയാലും ഓഡ് ആയാലും എങ്ങനെ ആയിരിക്കുള്ളത്, അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ മൾട്ടിപ്പിൾ മൊമെൻ്റ് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുന്നത്. ഈ കേസിലാണെങ്കിൽ മൾട്ടിപ്പിൾ മൊമെൻ്റ് ഉണ്ടാവണമെന്ന് നെസസറി അല്ല. ഓക്കെ, ഈ കേസിലാണെങ്കിൽ നോൺ സീറോ വാല്യൂ ഓഫ് മൾട്ടിപ്പിൾ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഐഡിയ. പിന്നെന്താ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി എക്സ്പെരിമെൻറ്റിൽ കിട്ടിയിരിക്കുന്ന ഓക്കെ, അപ്പോൾ എന്താ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലിൻ്റെ വാല്യൂ ഈവനിലേക്ക് റിസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ്. കാരണം നമുക്ക് എന്താ, കാരണം എൽ വാല്യൂ ഈവൻ ആകുന്ന കേസിലാണ് നമ്മൾക്ക് എന്ത് ഒരു മൾട്ടിപ്പിൾ ഉണ്ടാകുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ ഉണ്ടാകുന്നത് നമ്മൾക്ക് മൾട്ടിപ്പിൾ ഉണ്ട് എന്നാണ് എക്സ്പെരിമെൻറ്റിൽ പ്രൂവ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി എല്ല് ഈവൻ ആയിരിക്കണം ഈ കേസിൽ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, വി റെസ്ട്രിക്ട് ദ വാല്യൂ ഓഫ് എൽ ടു ഈവൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കുള്ളൂ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ്. ഇതെങ്ങനെ ഇവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ടല്ലോ. ഇതാണുള്ളതിൽ വെച്ചിട്ട് ഒത്തിരി ടഫായിട്ടുള്ള ഒരു മാത്തമാറ്റിക്കലി ടഫായിട്ടുള്ളൊരു കോൺസെപ്റ്റ്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് പറഞ്ഞിട്ട് നമ്മൾക്ക് ഇത് വേണം, എന്തെന്നാ ഇവിടെ വേണ്ട സാധനം എന്തായിരുന്നു. ഓക്കെ, നമുക്ക് പൊട്ടൻഷ്യൽ വി വേണം. വി ആണ് നമുക്ക് വേണ്ട സാധനം. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പാൻഷൻ, മൾട്ടിപ്പിൾ എക്സ്പാൻഷനിൽ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ കിട്ടിയിരുന്ന ഒരു എക്സ്പ്രഷൻ എന്തായിരുന്നു, ഫൈ മൾട്ടിപ്പിൾ എക്സ്പാൻഷൻ ഇല്ലേ, കിട്ടിയിട്ടില്ലേ. അത് നമുക്ക് ഫൈ എന്ന് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ വി ഓഫ് ആർ കോമ തീറ്റ എന്നും അതിനെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ കാരണം എന്താ, അതൊരു പൊട്ടൻഷ്യലായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്ത് പ്രശ്നമൊന്നുമില്ല. വി ഓഫ് ആർ കോമ തീറ്റ എന്ന് പറഞ്ഞ് നമുക്ക് അതിനെ എഴുതി കൊടുക്കാൻ പറ്റും. വി ഓഫ് ആർ കോമ തീറ്റ എന്ന് പറയുമ്പോൾ അത് ഈ വി ഓഫ് ആർ കോമ തീറ്റയിൽ L ഈക്വൽ ടു 0 L ഈക്വൽ ടു 2 ആണ് നമ്മൾ എടുത്തിരിക്കുന്ന കേസുകൾ. ഓക്കെ, ആ രണ്ട് കേസ് നമുക്ക് പ്രത്യേകിച്ച് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്തെടുക്കും, L ഈക്വൽ ടു 2 ഇട്ട് കൊടുക്കുക. L ഈക്വൽ ടു 2 ഇട്ട് കൊടുത്തിട്ടുള്ള ആ QLMൻ്റെ എക്സ്പ്രഷനാണ് എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് എക്സ്പാൻഷൻ ആണ്. അത് നമ്മൾ Y20ൻ്റെ എക്സ്പ്രഷനും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതും കൂടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ റീഅറേഞ്ച്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഇതിനകത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ക്വാഡ്രാപ്പിൾ മൊമെൻറ്റ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് Q0 ക്വാഡ്രാപ്പിൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ 2E. അതായത് ക്വാഡ്രാപ്പിൾ മൊമെൻറ്റ് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരെണ്ണം, ഈ Q0 D0 Z എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഈ Q0 എന്നുള്ളതാണ് ക്വാഡ്രാപ്പിൾ മൊമെൻറ്റ്. അപ്പോൾ ആ ക്വാഡ്രാപ്പിൾ മൊമെൻറ്റിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും എത്തിച്ചത്. നമ്മളിവിടെ ഈ QLM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഇട്ട് കൊടുത്തു. Q0ൻ്റെ വാല്യൂവിൽ നമുക്ക് Q20 ഉണ്ട്. അതായത് ഈ മൾട്ടിപ്പിൾ മൊമെൻറ്റിൻ്റെ ഈ എക്സ്പ്രഷൻ നമുക്ക് ഓൾറെഡി ക്വാഡ്രാപ്പിൾ മൊമെൻറ്റിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൾട്ടിപ്പിൾ കണ്ടുപിടിച്ചത്. കാരണം അൾട്ടിമേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് ക്വാഡ്രാപ്പിൾ മൊമെൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഇങ്ങനത്തെ എക്സ്പ്രഷൻ കിട്ടി. എന്നിട്ട് എന്താ, ഇങ്ങനെ റീഅറേഞ്ച് ചെയ്തു. എന്നിട്ട് ഇലക്ട്രിക് ക്വാഡ്രാപ്പിൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ക്വാഡ്രാപ്പിൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ്റെ നമ്മൾ മീൻ എടുക്കേണ്ടി വരും. ആ ആവറേജ് ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു കാര്യം കൂടെ ഡിഫൈൻ ചെയ്തിരുന്നു ഞാൻ നേരത്തെ. ഫിക്സ്ഡ്, അതായത് തന്നെ സ്പേസ് ഫിക്സ്ഡ് ആക്സസും ഉണ്ട്, ബോഡി ഫിക്സ്ഡ് ആക്സസും ഉണ്ട് ഈ കേസിൽ. അപ്പോൾ സ്പേസ് ഫിക്സ്ഡ് ആക്സസും നമുക്ക് മാക്സിമം കിട്ടുന്ന കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പേസ് ഫിക്സ്ഡ് ആക്സസും ബോഡി ഫിക്സ്ഡ് ആക്സസും ഒരേ രീതിയിൽ അലൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് കണ്ടീഷൻ എങ്കിൽ ഇതാണ് നമ്മുടെ Z ആക്സസ്.
ഇതാണ് നമ്മളുടെ എന്താ അതിൻ്റെ ജെ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? എം ഈക്വൽ ടു ജെ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എം ബൈ റൂട്ട്. നമുക്ക് ഓൾറെഡി അറിയാം മാക്സിമം കോസ് തീറ്റ വരുന്നത് ഈ കേസിലായിരിക്കുള്ളൂ. ഓക്കെ, 1 ഇതായിരിക്കുള്ളൂ. രണ്ടിൻ്റെ ക്വാഡ്രാപ്പോൾ മൊമെന്റ് ഈക്വൽ ആവുന്ന കേസിൽ മാത്രമാണ് നമുക്ക് മാക്സിമം കിട്ടണം. അതിപ്പോൾ നോക്കിയാൽ മതി, ഇവിടെ കുറേ മാക്സ് ഉണ്ട്. ഇനി എം ഈക്വൽ ടു ജെ വരുന്ന കേസാണെങ്കിൽ നമ്മൾ എമ്മിൻ്റെ പ്ലേസിൽ കൊണ്ടുപോയി ജെ ഇട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ സ്ക്വയർ ഇട്ട് കൊടുത്തു. ആ കേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ എക്സ്പ്രഷനിൽ ഇവിടെ ഒരു ZI മൈനസ് RI സ്ക്വയർ ഉണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെ ഇനി എന്താ പറയുക സിംപ്ലിഫൈ ചെയ്യുന്നുള്ള കേസിൽ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, കോസ് തീറ്റയിലേക്കൊക്കെ വന്നിരിക്കുന്നത്. അവിടെ നമ്മൾ ഈ Z ആക്സിസിന് നമ്മൾ കോസ് സ്ക്വയർ തീറ്റ എന്നാക്കി കൊടുത്തു, എന്നിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എത്തിക്കുന്നതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കൺക്ലൂഷൻ. ജെ ലാർജ് ആവുന്ന കേസാണെന്നുണ്ടെങ്കിൽ ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 വരും ഇഫ് വാല്യൂ. ജെ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ ലാർജ് റിഡക്ഷൻ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുന്നത്. ജെ സ്മോൾ ആവുന്ന കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെ ലാർജ് ആകുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ 1 ഫാക്ടർ ഒരു പ്രശ്നമല്ല. ബട്ട് ജെ സ്മോൾ ആകുമ്പോൾ ഈ 1 ഫാക്ടർ ഒരു ഇതായിരിക്കുള്ളൂ. അതായത് ഒരു വാല്യൂ എന്തായാലും ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഒരു വാല്യൂ ഇവിടെ ഉണ്ടാവും എന്തായാലും. ആ വാല്യൂ കാരണം കൊണ്ട് എന്താ ക്വാഡ്രാപ്പിൾ മൊമെന്റ് ഓഫ് സ്പേസും ബോഡിയും സെയിം ആവത്തില്ല. ഓക്കെ, പക്ഷേ ഈ കേസിൽ ജെ ലാർജ് ആവുന്ന കേസിലാണെങ്കിൽ രണ്ടും സെയിം ആകും. ഇതൊക്കെയാണ് അത് ബേസിക് ആയിട്ടുള്ളത്. കൂടുതലും മാത്സ് ആണ് ഈ സാധനത്തിലുള്ളത്. ഈ അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് ഇലക്ട്രിക് ക്വാഡ്രാപ്പിൾ മൊമെന്റിന്റെ പാർട്ടിൽ പഠിക്കാനുള്ളത് മെയിനായിട്ട്. പിന്നെ ഇതിലൊക്കെ പ്രത്യേകിച്ച് ഇത് ഒന്നുമില്ല. ന്യൂക്ലിയർ മോഡലാണ്. ന്യൂക്ലിയർ മോഡൽസിൽ വരുന്നത് ആദ്യം നമ്മൾ ലിക്വിഡ് ഡ്രോപ്പ് മോഡലാണ് എടുക്കുന്നത്. ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ എന്ന് പറയുമ്പോൾ അതിലുള്ളത്